നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മാക്കൂട്ടം ചുരം പാതയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കൂട്ടുപുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പിന്നിൽ മറ്റൊരു കാർ ഇടിച്ചാണ് അപകടമുണ്ടായത്. പിന്നിൽ അടിച്ച കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ കുഴിയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വിളക്കോടിൽ തെങ്ങിൽ നിന്ന് വീണ് തെങ്ങ് കയറ്റ തൊഴിലാളി മരിച്ചു. വിളക്കോട് കുമ്പുംചാൽ ഗോപാലനാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കേളകം ഇല്ലിമുക്കിൽ ജനവാസ മേഖലയിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. ഇല്ലിമുക്ക് സ്വദേശി ചോടത്തിൽ ശിവന്റെ വീട്ടുപറമ്പിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് പയ്യോളിയിലാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. 3 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. നിയമലംഘനങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കണം. വ്യക്തത കുറവുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി അൻസിബ. കുശാൽ നഗറിലെ റസൂൽ ലേഔട്ടിന് സമീപം നാഗാലാൻഡ് സ്വദേശികളായ 2 യുവാക്കൾ കാവേരി നദിയിൽ മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പാറശാലയിൽ പാറ അടർന്ന് ദേഹത്തു വീണ് 50 വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക്. വീടിനോട് ചേർന്നുള്ള പാറയാണ് അടർന്ന് ദേഹത്തു വീണത്. പാറശാല സ്വദേശി രാജകുമാരിക്കാണ് പരിക്കേറ്റത്. ഓപ്പറേഷൻ തൂഫാൻ. അങ്ങാടിക്കടവിലെ വാടക വീട്ടിൽ നിന്നും 29 ചാക്കുകളിൽ സൂക്ഷിച്ചിരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ സീലിംഗ് അടർന്നു വീണു. യാത്രക്കാർക്ക് പരിക്ക്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിൽ നിർണായക വഴിത്തിരിവ്. സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ തേടിയെത്തിയ കാരിയറും കൂട്ടാളിയും അറസ്റ്റിൽ. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബൈക്ക് മറിഞ്ഞ് പരിക്കേറ്റയാൾ 6 മണിക്കൂറോളം റോഡരികിൽ കിടന്ന് രക്തം വാർന്നു മരിച്ചു. ഷിയാസ് ആണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. അഭിഭാഷകയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് പ്രതിയുടെ ബന്ധുക്കൾ. പാലക്കാട് പറളി സ്വദേശിയായ മായ മയൂര എന്ന അഭിഭാഷകയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മോഷണക്കേസിൽ റിമാൻഡിലായിരുന്ന പ്രതിയെ ജാമ്യത്തിലിറക്കാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. ഇന്ത്യൻ ഷൂട്ടിംഗ് വിസ്മയം ജസ്പാൽ റാണ അന്തരിച്ചു. അന്ത്യം ദില്ലിയിലെ ആശുപത്രിയിൽ. സൗജന്യ KSRTC യാത്ര ഗുണം ചെയ്യുക തെക്കൻ ജില്ലക്കാർക്ക്. വനിതാ യാത്രക്കാരുടെ കണക്ക് പുറത്ത്. ക്ഷേത്രത്തിൽ കയറുന്നതും പൂട്ടുപൊളിക്കുന്നതുമെല്ലാം CCTVയിൽ. നെയ്യാറ്റിൻകരയിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കള്ളൻ പിടിയിൽ. പോലീസിനെ പറ്റിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. സംഭവം ജയിലിന് പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിലങ്ങൂരിയപ്പോൾ. മലമ്പാമ്പുകളുടെ താവളം. ഭീതിയോടെ വീട്ടുകാർ. തറ പൊളിച്ച് പരിശോധന. സംഭവം തൃശൂരിൽ. താമരശ്ശേരി ചുരത്തിൽ വാൻ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം. താമരശ്ശേരി ചുരം 7ാം വളവിലാണ് ചുരം ഇറങ്ങി വരികയായിരുന്ന വാൻ മറിഞ്ഞത്. ആർക്കും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാനിൽ അമേരിക്കൻ വ്യോമാക്രമണം. ഹോർമുസ് അടച്ചു. ഇരിട്ടിപ്പായം വട്ടറയിലെ വേണുഗോപാലൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. CMC തലശ്ശേരി സെന്റ് ജോസഫ് പ്രൊവിഡൻസ് അംഗമായ സിസ്റ്റർ ജന്മ നെല്ലിക്കാമ്പോയിൽ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ നിര്യാതയായി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 270 രൂപ കൂടി 13,620 രൂപയും പവന് 2,160 രൂപ കൂടി 1,80,960 രൂപയുമായി. വെള്ളിക്ക് 265 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 267, ലോട്ട് 252, ഒട്ടുപാൽ 152, കുരുമുളക് 675, അടയ്ക്ക 390, തേങ്ങ 41, കാപ്പിക്കുരു 200, ചിരട്ടപ്പാൽ 142, കൊക്കോ 85. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. आज तो मेरा तन बदन मैं प्यासी हूँ, मुझे भर ले अपनी बाहों में है मेरी कसम तुझको सनम, दूर कहीं ना